ട്രെയിനിനെ സ്നേഹിക്കുന്ന ട്രെയിൻ പ്രാന്തന്മാർക്കായിട്ട് ഇതാ ട്രെയിനിൻ്റെ ലോകത്താണ് ഞാനുള്ളത്. നമ്മൾ കൊൽക്കത്തയിലെ റെയിൽ മ്യൂസിയത്തിലുള്ളത്. നിങ്ങൾ കണ്ടതും കാണാത്തതുമായ പഴയകാല 80-ലും 90-കളിലും ഉപയോഗിച്ചുകൊണ്ടിരുന്ന എഞ്ചിനുകളും ബോഗികളൊക്കെയാണ് നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത്. ശരിക്കും ഇതൊരു റെയിൽ മ്യൂസിയം എന്ന് പറയാൻ പറ്റില്ല, ഒരു ശവക്കല്ലറാന്ന് വേണം പറയാൻ. ട്രെയിനിൻ്റെ ശവക്കല്ലറ, കാരണം അത്രയും പഴക്കം ചെന്ന ട്രെയിൻ ഇപ്പോൾ റെസ്റ്റ് എടുക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ എന്നോടൊപ്പം നിങ്ങളും യാത്ര ചെയ്യുക, നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ലാസ്റ്റ് വെഞ്ചേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രയും പഴക്കം ചെന്ന ഒരു ലോക്കോമോട്ടീവ് ആട്ടോ, ഒരു ട്രെയിൻ എഞ്ചിനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് എന്താ പറയുക, നല്ല നീളമുണ്ട് കേട്ടോ ഇതിന്. ഈ കാണുന്ന എഞ്ചിന് 65 കിലോമീറ്റർ ആട്ടോ ഇതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത്. ഒരു അടിപൊളി എഞ്ചിൻ, നല്ല കൗതുകം നിറയ്ക്കുന്ന ഒരു കാഴ്ച കേട്ടത്. പഴയ എഞ്ചിനൊക്കെ കാണാമെന്ന് പറയുമ്പോൾ അല്ലേ, അടിപൊളിയുണ്ട്. ടാറ്റ ലോക്കോമോട്ടീവ് ആൻഡ് എഞ്ചിനീയർ ലിമിറ്റഡ് ആട്ടോ ഇത് വികസിപ്പിച്ചെടുത്തത്. 1960 കാലങ്ങളിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു ട്രെയിനാണ് ഈ കാണുന്നത്. ട്രെയിൻ എഞ്ചിനാണ് ഈ കാണുന്നത്. ഇതിൻ്റെ വീലൊക്കെ കണ്ടില്ലേ നിങ്ങൾ? മോനെ ഒടുക്കത്തെ നോക്കാം, ഇമാതിരി വെയിറ്റ് ആയിരിക്കും ഇത്. ഇതിൻ്റെ ഷോക്ക് അബ്സോർവൊക്കെ ഉണ്ടോ ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിലെ സിസ്റ്റങ്ങളൊക്കെ കണ്ടോ മോനെ? കാണുമ്പോൾ തന്നെ തല ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ലോക്കോ പൈലറ്റ് കണ്ടില്ലേ. ഈ ട്രെയിനിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 3403 കേട്ടോ ഇതിൻ്റെ മോഡൽ. അതായത് കണ്ടില്ലേ, ടാറ്റ ലോക്കോമോട്ടീവ് ആൻഡ് എഞ്ചിനീയറിംഗ് കോ ലിമിറ്റഡ് കേട്ടോ. ഇവിടെ മാത്രമേ വലിയ ടയറുള്ളൂ, ബാക്കി ഈ ഭാഗത്ത് വരുമ്പോൾ കുഞ്ഞ് ടയറാണ്. നമുക്കിനി ഇതിൻ്റെ വിശേഷങ്ങൾ കാണാം. ഈ ട്രെയിനിൻ്റെ മോഡൽ നമ്പറാണ് 798. സെയിം കളറിന്, എല്ലാത്തിനും സെയിം കളറാട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ശരിക്കും ഇതായിരിക്കില്ല, ചിലപ്പോൾ പിന്നീട് മാറ്റിയതായിരിക്കും. ഇതൊരു കുഞ്ഞ് എഞ്ചിനാണ്, കാണാൻ കഴിയും. അതായത് ഇതിൻ്റെ ഈ നീളം പോലും ഇല്ല ഇതിന്. കണ്ടോ, ഒരു കുഞ്ഞ് എഞ്ചിനാണ്, ചെറിയ ടയറും കാര്യങ്ങളൊക്കെ വരുന്ന കുഞ്ഞ് എഞ്ചിനാട്ടോ. ഇവിടെ പൈപ്പൊക്കെ ഉണ്ട്, എന്തിനാണെന്നറിയില്ല. ഇതിൻ്റെ ഒപ്പം ഒരു മരത്തിൻ്റെ ഒരു ബോഗി കാണാൻ കഴിയും. നമുക്ക് അതിനുള്ളിലോട്ട് പോവാം. ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കാണാം കേട്ടോ. ഇതൊക്കെ പഴയകാല എഞ്ചിൻ്റെ ഒക്കെ ഒരു ഭംഗിയില്ലേ. ഇതാ തോന്നുന്നു അതിൻ്റെ ലോക്ക് സിസ്റ്റം. ഇത് വരുന്നത് 1889 ഇത് വികസിപ്പിച്ചെടുത്തത്. അതായത് ഈ ഷാർപ്പ് സ്റ്റുവർട്ട് ആൻഡ് കോ ലിമിറ്റഡ് ആട്ടോ ഇതിൻ്റെ ഇത് മേക്ക് ചെയ്തത്. പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗത്ത് വരികയാണെങ്കിൽ ഇവിടെയും കുറേ സിസ്റ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു രസം തന്നെയാണ് കേട്ടോ ഇങ്ങനത്തെ പഴയ എഞ്ചിനൊക്കെ കാണാൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ പ്രാന്തന്മാർക്ക് ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ആവേശമാണ്. ഇതിൻ്റെ താഴെ കണ്ടില്ല. നമുക്ക് ഈ ബോഗിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ്, ഉള്ളിലോട്ട് അലൗഡ് അല്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില്ലൊക്കെ ഭയങ്കര അഴുക്കാട്ടോ. ഇത് ശരിക്കുള്ള ബോഗിയാണോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സൊനാഡ അത് നോക്കാം. അതിൻ്റെ ഉള്ളിൽ സൊനാഡ 1883. അപ്പോൾ ഇതിന് ട്രാക്കിൻ്റെ വലിപ്പമുണ്ട്. ഈ കാണുന്നത് കുഞ്ഞാണ്, ചെറിയൊരു ട്രാക്കാണ്. 2 ഫൂട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ ഇതിൻ്റെ വലിപ്പം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം വരുന്നത്. ഓക്കെ, നല്ല വില കേട്ടോ. നമുക്കിനി ബാക്കി കാഴ്ചകൾ കാണാം. ഇത് കുറച്ച് വലുപ്പമുള്ളൊരു ബോഗിയാണ്. ഉള്ളിലോട്ട് അലോഡല്ല കേട്ടോ ബോഗിൻ്റെ. നല്ല കളർഫുള്ളായിട്ടുള്ളൊരു എൻജിനും മരത്തിൻ്റെ കളറിൽ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ഒരു ബോഗിയും കാണാൻ കഴിയും. അതിൽ അടിപൊളിയാണ്. പിന്നെ ബാക്കി ട്രെയിനിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ ഈ ഭാഗത്തായിട്ട് 2 എൻജിന് കാണാൻ കഴിയും കേട്ടോ. അതായത് ഇതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഇത്രത്തോളം ഉണ്ട്. അതായത് എൻ്റെ ചെസ്റ്റിൻ്റെ ആ ഹൈറ്റ് പോലെ കേട്ടോ ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. അത്രയും വലിയൊരു റൗണ്ടാണ്. നമുക്ക് ക്യാമറയിൽ കാണുമ്പോൾ ചെറുതുപോലെ തോന്നുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് ചെറിയൊരു മിനിയേച്ചറായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എൻജിൻസൊക്കെ. നല്ല രസമുണ്ട് കാണാൻ. നോക്കിയാൽ അതിൻ്റെ ഉള്ളിലത്തെ ഡീസൽ എൻജിൻ്റെയൊക്കെ ആ ഒരു മിനിയേച്ചർ അടിപൊളിയുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഇവിടെ പഴയകാല ഒരു എൻജിൻ്റെ മിനിയേച്ചറുണ്ട്. ഒരു ഗ്ലാസ് കൂടിലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കൽക്കരിയിൽ ഓടുന്നതാണ് കേട്ടോ, കൽക്കരി കോളിൽ ഓടുന്നതാണ്. ഇതിൻ്റെ സിലിണ്ടറിൻ്റെ വലിപ്പമായിട്ട് കാണുന്നത്. ഈ ട്രെയിനിൻ്റെ സിലിണ്ടറിൻ്റെ വലിപ്പം മാത്രം ഇത്രയാണ്. ഇതിൻ്റെ പകുതിയോളം ഉണ്ട് കേട്ടോ. ഇത് ബോഗിയാണ് കേട്ടോ. ഇത് ഗ്ലാസ്സൊക്കെ ഭയങ്കര ഷോകാണ് കേട്ടോ. ഈ ഭാഗത്ത് വന്നിട്ട് വലിയൊരു ടയറൊക്കെ കാണാൻ കഴിയും കേട്ടോ. നമ്മൾ അപ്പോഴേ കണ്ട എഞ്ചിനേക്കാളും നല്ല വലിപ്പം കൂടിയൊരു ടയറാണിത്. ട്രെയിനിൻ്റെ വേറെ കുറേ ടയർ ഇരിക്കണ കാണാൻ കഴിയും, പല മോഡലിലും പല ഡിസൈനിലും കണ്ടില്ലേ.
നല്ല വെയിറ്റുള്ള സാധനം കേട്ടോ. ഡിഫറൻഷ്യൽ വീൽ LNG സ്റ്റീം ലോക്കോമോട്ടീവ്സ്, അതിനൊരു പേരുണ്ട്, അതായത് പറഞ്ഞുതരാം. ഈ കാണുന്ന വലിയ ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് ക്ലാസ് പ്ലെയിൻ ബെയറിംഗ് വീൽ എന്നാട്ടോ ഇതിനെ പറയാം. പിന്നെ ഇത് വന്നിട്ട് സ്പോക്ക് വീൽ എന്നാണ് പറയുക. ഈ കാണുന്നത് കണ്ടോ, ഈ സാധനം കണ്ടില്ലേ, ഈ കാണുന്നത് NG സ്റ്റീം ലോക്കോമോട്ടീവ് വീൽ എന്നാണ് പറയുക. ഇത് അത് ഡിഫറൻഷ്യൽ വീലാണ് കേട്ടോ. അതിന് എന്തൊക്കെയോ പേരുണ്ട് ഇതിന്, എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അയൺ ക്യാഷ് സേഫോ, ഇതെന്ത് സാധനം? ഓക്കെ, അത് നമ്മുടെ ലോക്കറില്ല, അതാണ് കേട്ടോ. അത് വെയിറ്റ് നോക്കുന്ന മെഷീനും കാര്യങ്ങളൊക്കെയാണ്. ഈ കാണുന്നത് ഇതിൻ്റെ ബെയറിംഗ് സ്പ്രിങ് കേട്ടോ. അത് നമ്മുടെ ഷോക്ക് അബ്സർ ഇല്ലേ, അതുപോലത്തെ ഒരു സാധനം. ലോറിൻ്റെയൊക്കെ ഷോക്ക് അബ്സേഴ്സ് കാണാൻ കഴിയും, ആ സാധനം കേട്ടോ. ഇത് വീലിംഗ് മെഷീനോ എന്ത് സാധനം? അതൊക്കെ എന്തൊക്കെയൊക്കെ ഉണ്ട് കേട്ടോ. ആ കാണുന്നത് സ്പ്രിങ് ആണ്, അതായത് ഷോക്ക് അബ്സർ തന്നെ, കുറച്ചുകൂടിയും വലിപ്പം കൂടിയ സാധനം കേട്ടോ. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കുട്ടികൾ കളിക്കാനായിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്നത് റോഡ് റോളറാണ്, പഴയകാല റോഡ് റോളറാണ്. കണ്ടില്ലേ, ഞാൻ അതിൻ്റെ ഫുള്ള് ഇത് കാണിച്ചു തരാം. റോഡ് റോളറിൻ്റെ എടുത്തിട്ടുണ്ട്. ഇതാണ് റോഡ് റോളർ, പഴയ സ്റ്റീം റോഡ് റോളറിനാണ് കേട്ടോ. അത് ഡീസൽ എഞ്ചിനല്ല, അത് സ്റ്റീമിൻ്റെയാണ് കണ്ടോ. അത്യാവശ്യം നായ്ക്കളൊക്കെ കിടന്നുറങ്ങുന്നുണ്ട് ഇവിടെ കണ്ടോ. നല്ല വെയിറ്റുള്ള സാധനമാണ് കേട്ടോ. സ്റ്റീമിൻ്റെ റോഡ് റോളർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ, നേരിട്ട് ആദ്യമായിട്ട് കാണാനുള്ളൊരു ഭാഗ്യം കിട്ടി. ഇത് ഭയങ്കര സുഖം കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതാണെന്ന് വായിച്ചെടുത്ത് എനിക്ക് മനസ്സിലായിക്കോളൂ. കണ്ടില്ലേ, അതായത് 1778 റോഡ് റോളറാണ്. ഭയങ്കര ജൈജാനിക്കായിട്ടുണ്ട് കാണാൻ. ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളാണിത് കണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഡ്രൈവർക്ക് ഇരിക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെയാണ്. സ്റ്റിയറിംഗ് വീൽ വരുന്നത് സൈഡ് ഭാഗത്താണ് കേട്ടോ. ഇതിന് ടയറിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് നല്ല വലിപ്പമാണ്. ഒരു മനുഷ്യൻ്റെ ഹൈറ്റ് ഉണ്ട് ഈ സാധനം. നമുക്ക് കാണുമ്പോൾ ചെറുതുപോലെ തോന്നുന്നുണ്ട്, ഭയങ്കര ഒരു മനുഷ്യൻ്റെ ഹൈറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ കുറേ ഗിയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, വലിയ ഗിയേഴ്സ്. അതായത് തിരിക്കുമ്പോൾ ഇത് കറങ്ങുമ്പോഴാട്ടോ ആ സാധനം മൂവ് ആകുന്നു, ഫ്രണ്ടത്തെ വീല് മൂവ് ആകുന്നു. ഇത് കുറേ തിരിക്കണം എന്നാലേ അത് ചെറുതായിട്ടൊന്ന് അനങ്ങുള്ളൂ. അപ്പോൾ സ്റ്റീമിൻ്റെ റോഡ് റോളർ കണ്ടു നമ്മൾ. ഞാൻ അടുത്ത് എന്താണ് നോക്കാം. ഇവിടെ എന്തൊക്കെയോ മിഷൻസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല. പഴയ സാധനങ്ങളാണ്. ഇതും ഒരു സ്റ്റീം എഞ്ചിനാണ്. എന്തിൻ്റെ എഞ്ചിനാണെന്നൊരു ഐഡിയ ഇല്ല. അത് ട്രാക്കിൽ ഓടുന്ന സാധനമല്ല, അതിൻ്റെ വീല് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ട്രാക്കിൽ ഓടുന്ന സാധനമല്ല. ഈ കാണുന്ന എഞ്ചിൻ 1908 എന്താ പറയുക ഉണ്ടാക്കിയ മെഷീൻ കേട്ടോ. ഇത് ലെയ്ത്ത് മെഷീൻ എന്നാണ് ഇതിനെ പറയുക. അതെന്താണെന്ന് എനിക്കറിയില്ല. അറിയണവരൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറയുകയാണെങ്കിൽ നല്ല ഉപകാരമായില്ലേ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്, ഒന്ന് വായിച്ച് നോക്കാം. ഇതൊരു മനുഷ്യൻ്റെ ഹൈറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കുമ്പോൾ ചെറുതുപോലെ തോന്നും. എല്ലാ സംഭവം അങ്ങനെയാണ്. ഞാൻ വൈഡ് ആംഗിൾ ഷൂട്ട് ചെയ്യാനും കൊണ്ട് നോക്കുമ്പോൾ ചെറുതുപോലെ തോന്നും. അത്യാവശ്യം നല്ല വലിയൊരു ലെയ്ത്ത് മെഷീൻ. എന്താണോ ലെയ്ത്ത് മെഷീൻ. ഇതും സ്റ്റീം എഞ്ചിനാണ് ഫ്രണ്ട്സ്. ഈ കാണുന്നത് ഒരു ക്രെയിനാട്ടോ, കണ്ടില്ലേ. അതായത് മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ക്രെയിനാണ് ഈ കാണുന്നത്. കുഞ്ഞു വീലാട്ടോ, ചെറിയ വീലാണിത്. 1859 വികസിപ്പിച്ചെടുത്തൊരു ക്രെയിനാട്ടോ, ചെറിയൊരു ക്രെയിൻ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക്കിൻ്റെ ആ ഒരു പോസ്റ്റ് ആണെങ്കിൽ നമ്മുടെ റെയിൽവേ എല്ലാവരും കാണുന്ന സാധനം തന്നെയാണ്. ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് ട്രാക്കിലൂടെ തള്ളിക്കൊണ്ടുപോകാൻ പറ്റുന്ന ഈ ലാഡർ പോലത്തെ സംഭവം തോന്നുന്നു കേട്ടോ. അതായത് ഇതിൻ്റെ പണിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ലാഡർ. അപ്പോഴല്ലേ മനസ്സിലായത്, ട്രോളി ലാഡർ കണ്ടില്ലേ. പിന്നെ എല്ലായിടത്തും കപ്പിൾസ് ഇരിക്കണവരെ കൊണ്ട് നമുക്ക് വീഡിയോസ് എടുക്കാൻ കഴിയുന്നില്ല ഗൈസ്. ഇവരെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഈ ഭാഗത്ത് എഞ്ചിനുകളുടെ ഒരു ചാകര തന്നെ ഉണ്ട് കേട്ടോ. ഇത് നമ്മളെല്ലാവർക്കും കാണാൻ കഴിയുന്ന, എല്ലാവരും കണ്ടിട്ടുള്ള ഒരു എഞ്ചിനാണ്, ഡീസൽ എഞ്ചിൻ. ഉള്ളിലോട്ട് കയറാൻ പാടില്ല, നോണ്ടിരുന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു പ്ലാറ്റ്ഫോമാണ്, ചെറിയൊരു പ്ലാറ്റ്ഫോമായി കാണുന്നത്. പ്ലാറ്റ്ഫോമല്ല അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ എഞ്ചിൻ്റെ ഇതെല്ലാവരും ഇത്ര വലുപ്പമൊക്കെ ഉണ്ടായിരുന്നു ഈ എഞ്ചിൻ. അടുത്തൊന്നും നമ്മുടെ കേട്ടോ മനസ്സിലാവുന്നത്. ഇവിടെ ഒരു പഴയകാല എഞ്ചിൻ ഇരിക്കുന്നുണ്ട്, WCM5. ഇല്ല വലുപ്പമുണ്ട് കേട്ടോ എഞ്ചിൻ. എൻ്റെ മോനെ ഇതിനേക്കാളും ഹൈറ്റ് ഉണ്ട് കേട്ടോ ഈ സാധനത്തിന്. അലാക്കിൻ്റെ വലുപ്പം കേട്ടോ. ഇതാണ് ഇതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത്. ഇന്ത്യൻ റെയിൽവേസ്. ഭയങ്കര എന്താ പറയുക, തുരുമ്പൊക്കെ പിടിച്ച് ആകെ മോശപ്പെട്ട രീതിയിലാട്ടോ കിടക്കുന്നത്. ഈ കാണുന്ന എഞ്ചിനൊരു പ്രത്യേകത ഉണ്ട്. അതായത് പാകിസ്ഥാൻ കണ്ടില്ലേ, ഈസ്റ്റ് പാകിസ്ഥാൻ റെയിൽവേൻ്റെ ഒരു എഞ്ചിനായിരുന്നു ഇത്. ഇത് നമ്മുടെ ഇന്ത്യൻ ടെറിട്ടറി കടന്നപ്പോൾ നമ്മൾ പിടിച്ചെടുത്തൊരു ട്രെയിനായിട്ട് ഈ കാണുന്നത്.
എന്താല്ലേ നോക്കാം, ഇതിൻ്റെ വലിപ്പം നോക്കാം. ഇതൊരു സ്റ്റീം എഞ്ചിനാണ്. ഈ ട്രാക്കിൻ്റെ ഒരു വീതിയാട്ടി കാണുന്നത്, വല്ലാത്ത മതി. നമ്മുടെ ഇന്ത്യൻ്റെ ബോർഡർ കിടന്നപ്പോൾ പിടിച്ചെടുത്തൊരു ട്രെയിനാട്ടി കാണുന്നത്. ഏതായാലും കൊള്ളാം. ആ നിൽക്കുന്ന അതേ എഞ്ചിൻ തന്നെ കേട്ടോ ഈ എഞ്ചിൻ എന്ന് പറയുന്നത്. പക്ഷേ ഇത് പിടിച്ചെടുത്താണെന്നൊന്നും പറയുന്നില്ല, അങ്ങനെയൊന്നും ഇതിൽ എഴുതിയിട്ടില്ല. നമുക്കൊന്ന് വായിച്ച് നോക്കാൻ വേണമെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഒരു നമ്പർ എന്ന് പറയുന്നത്. ഉള്ളിൽ അത്യാവശ്യം ഉണ്ടല്ലേ, ഇങ്ങനെ ശോകാവസ്ഥ ഉണ്ടോ, എല്ലാം തുരുമ്പിച്ചിട്ടുണ്ട്, കാലം കുറേ ആയില്ലേ, അതുകൊണ്ടായിരിക്കും. പിന്നെ ഇതുപോലെയൊക്കെ പേരൊക്കെ എഴുതി വെച്ച് നശിപ്പിക്കാൻ കുറേ ആളുകളുണ്ടാവും. പിന്നെ ഈ ഭാഗത്തായിട്ട് വരുമ്പോൾ നമുക്കൊരു ഗുഡ്സ് കൊണ്ടുപോകുന്ന ഒരു ബോഗി കാണാൻ കഴിയും. ഇത് ഗുഡ്സൊക്കെ ലോഡാക്കിയിട്ട് കൊണ്ടുപോകുന്ന പഴയകാല ഒരു ബോഗിയാണ് കേട്ടോ. ഇത് ഏറെക്കുറെ നല്ല പഴക്കമുണ്ട്. അതായത് 1910 ആട്ടോ ഇതിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ ഭാഗമൊക്കെ സാധാരണ ഷീറ്റ് കൊണ്ടാട്ടോ കവർ ചെയ്തിട്ടുള്ളത്. കുറേ പഴക്കം ചെന്നൊരു ബോഗിയാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് വേറൊരു എൻജിൻ കാണാൻ കഴിയും, കണ്ടില്ലേ? അവിടെ കുറേ ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്, നമുക്ക് വീഡിയോസ് എടുക്കാൻ കഴിയില്ല. ഇന്ദിരാ പ്രസ്താവം കേട്ടോ, 19057 WDS4A ആണ് അതിൻ്റെ മോഡൽ പറയുന്നത്. ഇതിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, അടിവാ. അപ്പോൾ ഇതാണ് ഇങ്ങനെ ഒരു എഞ്ചിൻ ഉണ്ട് ഇവിടെ, പഴയകാല എഞ്ചിനാട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതാണ് ബോഗിൻ്റെ നമുക്കൊരു ഒരു വശം ഇതാണ്. ഷട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ജൈജാൻറ്റിക് ആട്ടോ ഈ ബോഗിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞാനുള്ളത് ഇപ്പോൾ ട്രെയിനിൻ്റെ ഒരു ശവപ്പറമ്പിലാണ്. പഴയകാല ട്രെയിനുകൾ വിശ്രമം കൊള്ളുന്ന വലിയൊരു ശവപ്പറമ്പിലാണ് ഞാനുള്ളത്. അപ്പോൾ കുറേയധികം ട്രെയിനുകൾ നമ്മുടെ ഭാഗത്ത് കാണാൻ കഴിയും. നമുക്ക് ഒരു ക്രെയിൻ കാണാൻ കഴിയും കേട്ടോ. അതായത് ഈ ട്രെയിനിൻ്റെ ഇപ്പോൾ നമ്മൾ കാണുന്ന റെയിൽവേയിൽ കാണുന്ന ഇന്ത്യൻ റെയിൽവേ കാണുന്ന ക്രെയിൻ ഇല്ലേ, അതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള പഴയ രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റീമിൻ്റെ ഒരു ക്രെയിനാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്, കണ്ടില്ലേ? വലിയ ക്രെയിൻ കേട്ടോ. അപ്പോൾ എപ്പോഴും ഉണ്ട് അതിൻ്റെ കേബിൾസും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ട് ഇവിടെ. ഇത് മെമോ ആണ് കേട്ടോ, മെമോ ട്രെയിനാണ്. നമുക്കറിയില്ല മെമോ, ആ ഒരു ട്രെയിനിൻ്റെ ഒരു മോഡലാണ് ഈ കാണുന്നത്. അതായത് മെമോ അല്ല, മെട്രോ ആണ് കേട്ടോ. വായിച്ചപ്പോൾ മനസ്സിലായി ഇത് മെട്രോ ആണ്, മെട്രോ. അങ്ങനെ ഒരു മെട്രോ കോച്ച് നമ്മൾ കണ്ടു. ഇവിടെ ഒരു കുഞ്ഞ് എഞ്ചിൻ നിൽക്കുന്നുണ്ട്. ഇത് എന്തിൻ്റെ ആണാവോ? ഇത് 1917 ബിൽഡ് ചെയ്തത്. ബംഗാൾ ആൻഡ് കോ ലിമിറ്റഡ് ആട്ടോ ഇത് ഉണ്ടാക്കി തോന്നുന്നു. അങ്ങനെ ഒരു വായിച്ചു നോക്കി, വായിക്കാൻ സമയമില്ല. അവിടെയും പിന്നെ വലിയ സിസ്റ്റമൊന്നും ഇല്ല കേട്ടോ. ഒരു കാണുമ്പോൾ തന്നെ സിമ്പിളായിട്ട് തോന്നുന്ന ഒരു ചെറിയൊരു എഞ്ചിൻ. വലിയ വലുപ്പമില്ല, ചെറിയൊരു എഞ്ചിനാണ്. ഈ ബോഗിന് അത്ര പോലും വലുപ്പമില്ല കേട്ടോ. സോറി, ഈ മെട്രോന് അത്ര പോലും വലുപ്പമില്ല കേട്ടോ. ഇത് സ്റ്റീം എഞ്ചിനാണ്. ഇത് ഉള്ളത്തെ കാഴ്ചയിൽ കാണിച്ചു തരാം. ഇതൊരു ചെറിയൊരു എഞ്ചിൻ നിൽക്കുന്നുണ്ട്. 3134 അതിൻ്റെ മോഡൽ നമ്പർ. ഇവിടെ കുറേ ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല. കണ്ടോ, ഒരു കുഞ്ഞ് എഞ്ചിനാട്ടോ, വലിയ വലുപ്പമൊന്നുമില്ല. ഈ എഞ്ചിനെ വെച്ച് അപേക്ഷിക്കുമ്പോൾ അത് എത്രയോ ചെറുതാട്ടോ. ഇതുമായി ഞാൻ പറഞ്ഞ പാകിസ്ഥാൻ എഞ്ചിനാണ്. ഇവിടെ ചെറിയ വീലും ഇവിടെ അത് വരുമ്പോൾ ഒരു മനുഷ്യൻ്റെ കണ്ടോ, നമുക്ക് ആ വീലിൻ്റെ വലിപ്പം മനസ്സിലാവും, കണ്ടില്ലേ? മനസ്സിലായോ വീലിൻ്റെ വലിപ്പം എത്രയാണെന്ന്? അതായത് എൻ്റെ ഹൈറ്റ് ഉണ്ട് കേട്ടോ, കണ്ടില്ലേ? എൻ്റെ ഒരു ഹൈറ്റ് ഉണ്ട് കേട്ടോ ഈ സാധനം. അതായത് ഈ ലെവലുണ്ട് കേട്ടോ ഹൈറ്റ്. എൻ്റെ ഹൈറ്റുള്ളൊരു വീൽ തന്നെയാണിത്. ഞാൻ തന്നെ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. മോനെ അടിപൊളി കേട്ടോ. മീൻസ് നമ്മൾ ആ കാണുന്നത് ഹൗറ റെയിൽവേ സ്റ്റേഷൻ്റെ ചെറിയൊരു മിനിയേച്ചർ വേർഷനാണ് കേട്ടോ. ചെറിയൊരു ബിൽഡിംഗ് ആണ് നമ്മുടെ ഹൗറ റെയിൽവേ സ്റ്റേഷൻ്റെ. ഏറെക്കുറെ അതേ ഒരു മോഡലിൽ പണിത ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് കാണുന്നത്. സോറി, ചെറിയൊരു ബിൽഡിംഗാണ് കാണുന്നത്. ഇത് ദൂർസഞ്ചാർ എന്നാട്ടോ ഇതിൻ്റെ പേര്. ഇത് സിഗ്നൽസും കാര്യങ്ങളൊക്കെ അതാണ്. സ്റ്റോപ്പ് സിഗ്നൽ, പോയിൻ്റ് ഇൻഡിക്കേറ്റർ, ഇതൊരു സ്റ്റോപ്പ് സിഗ്നലാണ്. ഇത് മോഡൽ എഞ്ചിനാണ്. ഇതൊരു മോഡൽ എഞ്ചിനാണ് കേട്ടോ. ഇതാണ് സ്റ്റോപ്പ് സിഗ്നൽ. ഇത് പച്ച കത്തും, അവിടെ ചുവപ്പ് കത്തും, എന്തൊക്കെയുണ്ട്. പിന്നെ ഒറിജിനൽ പ്ലാൻ ഓഫ് ലെവൽ ക്രോസിംഗ് ഗേറ്റ്. ഇത് മറ്റേ ഈ നമുക്കത് കണ്ടാൽ മനസ്സിലാവില്ല എന്താ സംഭവം എന്ന്. ക്ലിയറായി കാണുന്നുണ്ടറിയില്ല, ഉണ്ടല്ലേ? ഇവിടെ നമുക്ക് കാണാൻ കഴിയും മോഴ്സ് സൗണ്ടറോ അത് സാധനം എനിക്കറിയില്ല കേട്ടോ എന്താണെന്ന്. അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് മോഴ്സ് കീ പ്ലഗ്. ഇത് മനസ്സിലായി. ഇത് മറ്റേ ഇങ്ങനെ കി 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 ഒരു സൗണ്ട് ഇല്ലേ ഒരു സാധനം. പഴയകാല ഈ പണ്ടിങ്ങനെ എന്തായാലും പേര് എനിക്കറിയില്ല കേട്ടോ, ഞാൻ മറന്നു. ഞാൻ ഓർമ്മ വരുമ്പോൾ പറയാം. ഇത് പ്ലഗ് ഇൻ ടൈപ്പ് റിലേ അങ്ങനെ എന്തോ ആണ്. ഇതെന്താ മനസ്സിലായോ? ഈ സാധനമാണ് നമ്മൾ കുറച്ച് കാലം മുമ്പൊക്കെ കണ്ടിരുന്നു.
ഈ ഓരോ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ ഈ സാധനങ്ങൾ കൈമാറും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു ചൂരലിൻ്റെ ഒരു സാധനം പോലെ ഉണ്ടാവുക. ഇപ്പോൾ ഇത് പണ്ടൊരു ഇരുമ്പിൻ്റെ ഒരു ചെറിയൊരു കമ്പി പോലെയൊക്കെ ചുറ്റിയിട്ട് ചെയ്ത് വെച്ചിട്ടൊരു സംഭവം കേട്ടോ. കണ്ടില്ലേ, ഇതാണ് ആ സാധനം. അപ്പോൾ ഇതിൻ്റെ പേര് ടോക്കൺ ക്യാച്ചർ എന്നാട്ടോ. തൊട്ടപ്പുറത്ത് വരുമ്പോൾ ഷെൽഫ് ടൈപ്പ് റെയിൽ ഒരു സാധനം കാണാൻ കഴിയും. ഇതൊക്കെ എന്താണാവോ തമ്പുരാനറിയാം. അതായത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. ഇതെന്താണ് ടോക്കൺ ബോൾസ്, ആർക്കറിയാം എന്തോ ആണ്. ഇത് വന്നിട്ട് എന്താണ് സിഗ്നലിംഗ് ഇമ്പൾസീവ് യൂണിറ്റ്. ഇതൊക്കെ നമുക്കൊന്നും കണ്ടിട്ടേ ഇല്ലാത്ത സാധനങ്ങളാണ്. പഴയ കാലങ്ങളിൽ യൂസ് ചെയ്ത് വന്ന സാധനങ്ങളൊക്കെ കേട്ടോ, മെഷീനറും കാര്യങ്ങളൊക്കെയാണ്. സിഗ്നലിംഗ് ഇമ്പൾസീവ് യൂണിറ്റ്, അതിൻ്റെ പേരൊക്കെ കേൾക്കുന്നത്. ഇത് റേഡിയോ റിസീവറാണ്. ഇത് പിന്നെയും ഓക്കെ, റേഡിയോ റിസീവർ നമുക്ക് ചുരുക്കം ചിലർക്ക് അറിയാവുന്ന സാധനങ്ങളാണ്. പ്ലെയർ അടിക്കുന്ന കാരണം കൂടി നമുക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് ഈ ഭാഗത്ത് കുറച്ച് ഫോണുകളും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. പഴയകാല ടെലിഫോണും കാര്യങ്ങളൊക്കെ ആണ് കാണുന്നത്. കണ്ടോ, ഈ കാണുന്നത് എന്താ പറയുക, ഡിസ്ക് ടൈപ്പ് സ്ലോട്ട് സിഗ്നൽ വേണ്ടിയൊരു സാധനമാണ്. ഇത് വന്നിട്ട് എന്താണ് സെമാഫോർ സിഗ്നൽ ഇൻഡിക്കേറ്ററോ അങ്ങനെ എന്തൊക്കെയോ കേട്ടോ. ഇത് സിഗ്നൽ ഫ്ലാഗ്, ഓക്കെ, നമുക്ക് മനസ്സിലാവും, പച്ചയും ചുവപ്പും പൊടി. ഇത് വന്നിട്ട് സ്ട്രോഗർ എക്സ്ചേഞ്ച് സെലക്ടർ, അങ്ങനെ എന്തോ ആണത്. എന്ത് തമ്പുരാനറിയാം, എനിക്ക് അറിയില്ല കേട്ടോ. സാധനം ഞാൻ കണ്ടിട്ടില്ല. ഇത് ബെല്ലാണ്, ഇലക്ട്രിക് ബെല്ല്. കണ്ടില്ല, എല്ലാവരും കണ്ട് അടുത്തൊരു സാധനമാണ് ഇലക്ട്രിക് ബെല്ല്. ഇതെന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല, ചോദിച്ചെനിക്ക് പറഞ്ഞുതരാൻ കഴിയില്ല. പറയുന്നവർ കമൻറ്റ് ചെയ്യാം. ഇവിടെ വന്നിട്ട് നമുക്ക് കെറോസിൻ, അതായത് മണ്ണെണ്ണ കൊണ്ടുള്ള സിഗ്നൽ ലാമ്പാണ് ഈ കാണുന്നത്. കെറോസിൻ ലാമ്പാണ് ഈ കാണുന്നത്, കണ്ടില്ലേ. ഇത് വന്നിട്ട് ഹാൻഡ് ലാമ്പ് സിഗ്നലാണ് കേട്ടോ. അതായത് ഇതിൽ മണ്ണെണ്ണ ഒഴിച്ചിട്ടുള്ള തീ കത്തും. എന്നിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടുള്ള സിഗ്നൽ കാണിക്കുന്ന ഇതൊക്കെ സംഭവങ്ങളാണ്. ഇത് വന്നിട്ട് സെമാഫോർ LED സിഗ്നൽ ലാമ്പ് കേട്ടോ, ഇലക്ട്രിക് തന്നെയാണ്. ഇത് സിഗ്നൽ ഇൻഡിക്കേറ്റർ കേട്ടോ. അങ്ങനെ കുറേയധികം സാധനങ്ങൾ നമുക്ക് ചെറിയൊരു കൊച്ചു ബിൽഡിങ്ങിൽ തന്നെ കാണാൻ കഴിയും. ഇവിടെയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അഡ്ജസ്റ്റബിൾ ക്രാങ്കൊക്കെ കാണാൻ കഴിയും നമുക്കിവിടെ. ഇതൊക്കെ പഴയ കാലത്ത് യൂസ് ചെയ്ത എന്തൊക്കെയോ സിഗ്നലിൻ്റെ ഒക്കെ കേട്ടോ. പച്ചയും ചുവപ്പും, സോറി നീലയായിട്ടേ കാണുന്നത്. നീല കളറാണ് പോലെ ഉള്ളത് കാണുന്നത്, നമ്മൾ പച്ച കളറായിരിക്കും. അപ്പോൾ നീലയും ചുവപ്പിൻ്റെ ഒരു സിഗ്നൽ പോസ്റ്റാണ് ഈ കാണുന്നത്. നമ്മൾ ഇവിടെ കുറേ അധികം സംഭവങ്ങൾ പഴയ കാലത്ത് യൂസ് ചെയ്ത എൻ്റെ ഇലക്ട്രിക്കിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും കേട്ടോ. നല്ല എന്താ പറയുക, കട്ടിയുള്ള സാധനം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത്ര നേരം കണ്ടതാ. ഇതിൻ്റെ ഉള്ളിലാണ് എല്ലാ സാധനങ്ങളും ഇങ്ങനെ എന്താ പറയുക കൂട്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ തൊട്ടെല്ലാം കഴിഞ്ഞു. നമ്മൾക്ക് ഇനിയിപ്പോൾ എവിടെ പോകാനുള്ളൊന്നും ഒരു ഐഡിയ ഇല്ല. ഏതായാലും കൊള്ളാം. ഏക്കർ കണക്കിന് പരന്ന് കിടക്കുന്ന ഒരു വലിയൊരു ലാൻഡ് കേട്ടോ. അതിലാണ് അവർ ഈ റെയിൽ മ്യൂസിയം പണിതിട്ടുള്ളത്. കുറേ ആളുകൾ വിശ്രമിക്കാനും അതുപോലെ തന്നെ കപ്പിൾസൊക്കെ ആയിട്ട് വന്ന് കുറേ ഇങ്ങനെ സല്ലപിക്കുന്നത് കാണാൻ കഴിയും നമുക്കിവിടെ കണ്ടോ. ഇതാണ് ഹൗറ റെയിൽവേ സ്റ്റേഷൻ്റെ ചെറിയൊരു മിനി വേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കുറച്ചൊരു ഈ കുറേയധികം റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാണുന്നത് ഇവിടെ കൂടുന്ന ഹൗറ ബ്രിഡ്ജ് കാണാൻ കഴിയും കേട്ടോ. ആ കാണുന്ന ഹൗറ ബ്രിഡ്ജിൻ്റെ ചെറിയൊരു ഭാഗമാണ്. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. നടക്കുന്ന വഴിയൊക്കെ ഭയങ്കര മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ പോയി നോക്കാം. കണ്ടില്ലേ, അതിൽ ചുറ്റും നല്ല എന്താ പറയുക പൂന്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല മനോഹരമാക്കിയുള്ളൊരു ചെറിയൊരു പാർക്ക് എന്നൊക്കെ പറയാം കേട്ടോ. ചുറ്റിനും ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഞ്ഞി പഴയകാല ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, പഴയ എന്താ പറയുക ഒരു ഇത് ടോയ് ട്രെയിൻ ആട്ടോ. അതിപ്പോൾ യൂസ് ചെയ്യില്ല തോന്നുന്നു. ഇവിടെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസൊക്കെ കാണാൻ കഴിയും കേട്ടോ. അതായത് പണ്ട് കാലം യൂസ് ചെയ്ത ട്രെയിനിൻ്റെ പേരും മറ്റേത് മറിച്ചൊക്കെ കാണാൻ കഴിയും. കണ്ടില്ലേ, ഞാൻ മെല്ലെ കാണിച്ചു തരാം, എല്ലാവരും ഒന്ന് വായിച്ചെടുത്തോളൂ കേട്ടോ. റോയൽ വിക്ടോറിയൻ, ഇതിൻ്റെ പേരാണ് റോയൽ വിക്ടോറിയൻ. 1842 ഇതിൻ്റെ കാലഘട്ടം. ഇത് കാറ്റ്ലെറ്റ് പുൾഡ് ഫസ്റ്റ് കോച്ച് ആൻഡ് വാഗൺ എന്നാട്ടോ. വലിയ ക്ലിയർ ഒന്നുമില്ല. ഇത് വന്നിട്ട് ഫുൾ വുഡൻ ബോഡി വിൻറ്റേജ് കോച്ചാണ്. ഇതിൻ്റെ പേര് വന്നിട്ട് 4 വീൽഡ് കവേർഡ് കാറ്റിൽ വാഗൺ. ഇതിൻ്റെ കാലഘട്ടം എഴുതിയിട്ടില്ല. മേലെയുണ്ട് കുറച്ച് പേരുകളും കാര്യങ്ങളൊക്കെ. ഒരു പച്ച കളർ എഞ്ചിൻ, ഫസ്റ്റ് സ്റ്റീം എഞ്ചിനാണ് കാണുന്നത്. ആദ്യകാല ഫസ്റ്റ് സ്റ്റീം എഞ്ചിനാണ് കാണുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് ഫസ്റ്റ് ഇന്ത്യൻ റെയിൽവേ കോച്ച് കാണാൻ കഴിയും. വലിയ ക്ലിയറും കാര്യങ്ങളൊന്നുമില്ല. ഒരു പഴയ ഫോട്ടോ ആണ് കേട്ടോ കാണുന്നത്. ഇത് 4 വീൽഡ് CS ടൈപ്പ് വാഗൺ ആട്ടെ ഈ കാണുന്നത്.
ഇതെന്താണ് പറയുക, ഷെൽ ഓഫ് EIR എയർ എന്തത്. ഈ കാണുന്നത് 4 വീൽഡ് കവേർഡ് വാഗണാണ് ഈ കാണുന്നത്. അതായത് ഇത് ഗുഡ്സൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു കോച്ചാണ്. ഇവിടെ നമുക്ക് വലിയൊരു കോച്ച് കാണാൻ കഴിയും. ഇത് ടൂറിസ്റ്റ് കാറാണ് ഇത് കാണുന്നത് കേട്ടോ. 1927 യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ്. ഇവിടെ മേലെ കുറേ എൻജിൻസും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും, കണ്ടില്ലേ. എൻ്റെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇത് ഗുഡ്സ് കൊണ്ടുപോകുന്ന കോച്ചാണ്. വാഗൺ എന്ന് പറയാം. ഇതും ഒരു വാഗണാണ്, ബോഗി റെയിൽ വാഗണാണ് പറയാം. 44 ടണ്ണൊക്കെ കപ്പാസിറ്റി ഉള്ള സംഭവം കേട്ടത്. ഈ കാണുന്നതും ഇത് 56 ടണ്ണുള്ള കപ്പാസിറ്റി ഉള്ള ഒരു റെയിലിൻ്റെ ഒരു വാഗണാണ് ഈ കാണുന്നത്, ബോഗി വെൽ വാഗൺ. ഇത് സെനീഷ്യൽ ക്യാമൽ കോച്ചോ അത് സാധനം. ഹാവിങ് ഫസ്റ്റ് ആൻഡ് തേർഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റ്, ദ കോച്ച് ഹാഡ് എ 6 വീൽ ഡിസൈൻ. ഓക്കെ, 6 വീലിൽ ഡിസൈൻ ചെയ്ത ഒരു കോച്ചാട്ടോ. അതായത് ഇതൊരു തരം വാഗനാണ് കാണുന്നത്. അതായത് 68 ടണ്ണ് കപ്പാസിറ്റി ഉള്ള ഒരു സാധനം. കുറേയധികം കോച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് എല്ലാവരും കണ്ട് ശീലിച്ചൊരു സാധനം തന്നെയാണ്. ഈ മെറ്റലൊക്കെ കൊണ്ടുവന്ന സാധനം ഉണ്ടോ, മെറ്റലും കൽക്കരിയൊക്കെ കൊണ്ടുവന്നൊരു സാധനമാണ് ഇതും. ഉണ്ടോ, ബോഗി ഓപ്പൺ ടൈപ്പ് വാഗണാണ് ഈ കാണുന്നത്. അത് നമുക്ക് ഈ സാധനം ഓപ്പൺ ചെയ്യാൻ കഴിയും. ഇതൊക്കെ എല്ലാവരും കണ്ട സാധനം തന്നെയാണ്. പിന്നെ പഴയകാല കോച്ച് ഇതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ ചിലയിടത്തൊക്കെ. ഈ കൊറിയറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന സാധനമാണ്. ഇത് ഡബിൾ ഡെക്കറാട്ടോ ഈ കാണുന്ന ട്രെയിൻ. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള സംഭവം തന്നെയാണ്. ഇതെന്താണ്, ഫ്ലാറ്റ് വാഗൺ ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മിലിറ്ററി ബാറ്റിൽ ടാങ്ക്. അതായത് മിലിറ്ററി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു വാഗണാട്ടോ ഈ കാണുന്നത്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള എൻജിൻസും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഓയിലൊക്കെ കൊണ്ടുപോകുന്ന ഇതാട്ടോ, ഓയിൽ ടാങ്കാണ്, ബോഗി പെട്രോൾ ടാങ്ക്. ഇത് പെട്രോൾ കൊണ്ടുപോകുന്നൊരു ടാങ്കാണ്. അങ്ങനെ കുറേ ഉണ്ടോ. ഇത് നമ്മുടെ WIP എഞ്ചിനായിട്ട് കാണുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കാണുന്നതും WAG ഇതാട്ടോ എഞ്ചിനായിട്ട് കാണുന്നത്. ഇത് വന്നിട്ട് ഏതാ എഞ്ചിനെന്ന് അറിയില്ല, അതിന് പേര് അറിയില്ല. WAP7 ആട്ടോ. ഇതൊക്കെ എല്ലാവരും അറിയുന്നൊരു എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ്. ഗ്യാസ്, ലിക്വിഡ്ഫൈഡ് പെട്രോളിയം ഗ്യാസ് കൊണ്ടുപോകുന്ന ഒരു വാഗണാട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളും മറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ ബോഗി, മരത്തിൻ്റെ ബോഗി. പിന്നെ ഇവിടെ കുറേ മോഡൽ കാണാൻ കഴിയും. തലയിരിച്ചാണല്ലോ വെച്ചിട്ടുള്ള സാധനം അല്ല തലയിരിച്ചല്ല കേട്ടോ, ഇങ്ങനെ തന്നെയാണ്. മോഡൽ ഓഫ് സ്റ്റീം എൻജിൻ ബോയിലർ. ഇത് സ്റ്റീം എൻജിൻ ബോയിൽ ചെയ്യുന്ന സാധനം കേട്ടോ. അത് നമ്മൾ സ്റ്റീമായി മാറുന്ന ഒരു സിലിണ്ടറായി കാണുന്നത് അങ്ങനെയാണ് തോന്നുന്നു കേട്ടോ, എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതെന്താ സാധനം, ഇതിൻ്റെ പേര് മോഡൽ ഓഫ് ഡബിൾ പൈപ്പ് ഹോറിസോണ്ടൽ ബോയിലറായി കാണുന്നത്. ഇത് മോഡൽ ഓഫ് ലാഞ്ച് കാഷ്യർ ബോയിലർ, ആർക്കറിയാം. മോഡൽ ഓഫ് ഫയർ ട്യൂബ് ബോയിലർ. ഇതിൻ്റെ ഉള്ളിൽ കുറേ സിസ്റ്റങ്ങളുണ്ട് കേട്ടോ, ഇത് കാണുന്നവരൊന്നുമല്ല. നോക്കിയേ, ഇത് ചെറിയ ഇത് മിനി മോഡലാണ്. ഇതിൻ്റെ വലുതാട്ടോ ശരിക്കും നമ്മൾ കാണുന്നത്. ഇത് ചെറുതാണ്. ഇതിൻ്റെ ഈ കാണുന്നതിൻ്റെ വലിയ മോഡലായിരിക്കും നമ്മൾ അപ്പോഴേ കണ്ട എൻജിൻസും കാര്യങ്ങളൊക്കെ. ഇത് മോഡൽ ഓഫ് വെർട്ടിക്കൽ ബോയിലറാട്ടോ. ഇതിൻ്റെ ഉള്ളിലും കണ്ടില്ലേ ഇഷ്ടംപോലെ കമ്പികളും കാര്യങ്ങളും കുറേ പൈപ്പിൻ്റെ ഇതൊക്കെ പോകുന്നുണ്ട്. ഇതിൻ്റെ വലിയ മോഡൽ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ട്രെയിൻ മ്യൂസിയത്തിൻ്റെ കാഴ്ചകളും മറ്റും. അപ്പോൾ ഒരുപാട് കുറേയധികം ട്രെയിനുകളും കാര്യങ്ങളും ഈ ഭാഗത്തുണ്ട്. നിങ്ങൾ കൊൽക്കത്ത വരികയാണെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസാണ്. പിന്നെ കുറേയധികം കപ്പിൾസുകൾ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് നമുക്ക് നേരമാണ് വീഡിയോ എടുക്കാൻ കഴിയുന്നില്ല, അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താ പറയുക, മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായി വീണ്ടും കാണുന്നത് എല്ലാവർക്കും ഗുഡ് ബൈ.